ആ പുള്ളിക്കാരന് ED ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടായത് കൊണ്ടായിരിക്കാം BJP പോയത് എന്ന് ഇപ്പം ഞാൻ ആലോചിക്കുകയാണ്. കാരണം വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ഒരു കാലത്തും ചെയ്യാത്ത ഒരു തെറ്റാണ് ആ പുള്ളി എന്നെ ആരോപിച്ചേക്കുന്നത്. ഞാൻ 20 ലക്ഷം രൂപ ഡീലാക്കിയിരുന്നു. ഇപ്പോഴും ഞാൻ 1 രൂപ പോലും ആരുടെ നിന്നും വാങ്ങിക്കാത്ത വ്യക്തിയാണ്. മാഡത്തിന്റെ വീഡിയോ വ്യാപകമായിട്ട് 2020 ഗ്രൂപ്പുകളിലും ഫേസ്ബുക്കിലെല്ലാം വരുന്നുണ്ട്. മാഡം ഡീൽ നടത്തുന്ന ഒരു വീഡിയോ ആണ് പ്രചരിപ്പിക്കുന്നത്. അത് ഡീൽ നടത്തുന്ന വീഡിയോ അല്ല. ആ പുള്ളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ ആളല്ല. കാരണം വെച്ചാൽ എനിക്ക് ആ പുള്ളിയുടെ അത്രയും കോടീശ്വരനോ ഒന്നുമല്ല. എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലാത്ത, അതായത് ഞാൻ അന്നന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ജോലിയെടുത്ത്. അപ്പോൾ ആ പുള്ളിനെ എതിർക്കാനുള്ള ഇതെനിക്കില്ല. പുള്ളിന്ന് വെച്ചാൽ എല്ലാത്തിലും കേസ് പറഞ്ഞ് എല്ലാവരെയും എന്താ പറയാ അടിമകളാക്കി കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. BJP മുന്നണിയിൽ 2020 പ്രവേശിപ്പിച്ചോണ്ടുണ്ടായ ആ വ്യത്യാസം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് അനുഭവപ്പെട്ടത്? BJP മുന്നണിയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉണ്ടായ വ്യത്യാസം 2020യിൽ നിന്ന് അവർക്ക് വെച്ചാല് BJP മുന്നണിയിൽ വന്നപ്പോൾ ഇവർക്ക് ഒന്നുകൂടി ധൈര്യമായി. ഇവര് പറയണത് ഇന്നൊരു പാർട്ടിക്കാരൻ നമ്മളെ തൊടില്ല, ഇന്നൊരാൾക്കാരും നമ്മൾ ഇതാക്കില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഭയങ്കര ധൈര്യത്തില് എന്താ പറയാ ഒന്നുകൂടി അടിമയാക്കുകയാണ് ആൾക്കാരെ. 2020 പ്രവർത്തിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ അധികം നാളൊന്നും ആയിട്ടില്ല. സ്ഥാനാർത്ഥിയാക്കാനായിട്ടുള്ള സമയത്ത് മാത്രമാണ് 2020ലേക്ക് വന്നിട്ടുള്ളത്. കുറച്ച് ആ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് കുറച്ച് നാളെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എന്നെ നിർബന്ധിച്ച ആൾക്കാർ കൊണ്ടുപോയി. ഞാൻ വീട്ടിൽ വരുന്നിട്ട് നിർബന്ധിച്ച ആൾക്കാർ കൊണ്ടുപോയതാ. അത് അതേ വാർഡിലുള്ള ജോർജ് എന്ന് പറഞ്ഞ ഒരാളാ കൊണ്ടുപോയത്. പക്ഷെ അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കൊടുത്തായിരുന്നു. അയ്യോ ഞാൻ ഒരു മുന്നണിയിലേക്കും തൽക്കാലത്തൊക്കെ ഇല്ല. കാരണം എനിക്ക് താങ്ങാൻ പറ്റില്ല. ഞാൻ മെമ്പർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചു. പിന്നെ 2020 രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഈ BJPയിൽ വന്നതിന് ശേഷം മറ്റേ സംരക്ഷണം കിട്ടുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയെങ്കിൽ ആ BJP 2020 ആളുകൾക്ക് BJPയുടെ സംരക്ഷണം കിട്ടുന്നുണ്ട് എന്ന അർത്ഥത്തിലാണോ സംസാരിച്ചിട്ടുള്ളത്? അതെ അതെ. ഈ ബാബു ദിവാകരനെ പർച്ചേസ് ചെയ്താണെന്ന് ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണെന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. വേറൊന്നുമല്ല, പുള്ളി അടൂര് മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളോട് ആരോടും ചോദിക്കാതെയാണ്, അതായത് ഈ മണ്ഡലത്തിൽ ഒരാളെ കിട്ടാത്തത് കൊണ്ട് ഞങ്ങളോട് ആരോടും ചോദിക്കാതെ അത് പർച്ചേസ് ചെയ്തത് തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. 2020 പ്രവർത്തനം BJPയുടെ നിർദ്ദേശത്താലാണ് ഇപ്പോൾ പോകുന്നത് അല്ലേ? അങ്ങനെയും പറയാം. അല്ല, ഞാൻ 10ാം വാർഡിലാണ്. 8ാം വാർഡിൽ നിന്ന് ജയിച്ച ആളാണ്. ഈ 10ാം വാർഡില് അങ്ങനെ നിൽക്കുമ്പോ ഈ 8ാം വാർഡിൽ ചെന്നപ്പോഴും അവിടെ ആളുകളുടെ പ്രതിഷേധം ഉണ്ടായിരുന്നോ താങ്കൾക്കെതിരെ? ഇങ്ങനെ പുറത്തുനിന്ന് വന്ന ഒരു വാർഡിൽ നിന്ന് വന്നവരാണെന്നുള്ള അങ്ങനെ പ്രതിഷേധം എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ അതിൽ ഇങ്ങനെ പോകാറുള്ള വ്യക്തിയാണ്. അങ്ങനെ ആൾക്കാർ കാണാറുണ്ടല്ലോ, അങ്ങനെ ഒരു ഇതിൽ ഇഷ്ടമായിരുന്നു. പിന്നെ ഇവര് കിറ്റ് കൊടുത്ത് മയക്കിയതാണ്. അയ്യോ അതൊന്നും എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. എനിക്ക് ആ ഒരു മാനസികാവസ്ഥ അല്ല ഇപ്പൊ ഉള്ളത്. കാരണം വെച്ചാൽ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ പേടിച്ചാ ജീവിക്കണത്. കാരണം എനിക്ക് 2 മക്കളും ഭർത്താവും ഉണ്ടാവും. അവർക്ക് ഒന്നും വരുത്തല്ലേ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയിൽ മാത്രമേ ഇപ്പൊ ജീവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഇവിടെ ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് വേറൊന്നുമല്ല, എന്നെ പറ്റി ഇല്ലാത്ത നുണകളാ പറയുന്നത്. അപ്പം ഞാൻ ആ 20 ലക്ഷം രൂപ ഡീൽ നടത്തി എന്നുള്ള ഒരു നുണ പ്രചരിപ്പിക്കുമ്പോൾ അത് ആ സത്യസ്ഥിതി ജനങ്ങൾ അറിയണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. ജീവന ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. താങ്കളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും ഇപ്പോഴത്തെ? എന്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര പേടിയാ. പിള്ളേരിപ്പോ അമ്മ പുറത്ത് പോകുമ്പോ സൂക്ഷിക്കണം എന്ന് പറഞ്ഞ കരയാ. വീട്ടിലിരുന്നാലും അവര് ഭയങ്കര വിഷമത്തിലും ബുദ്ധിമുട്ടിലൊക്കെയാ. അവർക്ക് എന്നെ ഒരുപാട് മാനസികമായിട്ടും അല്ലാതെയൊക്കെ അവര് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങൾ. അപ്പോൾ ആ സാബു ജേക്കബ് എന്ന വ്യക്തി എന്ന് വെച്ചാൽ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞു പോയ ആൾക്കാരെ പറ്റി ഒരുപാട് നുണകളും ഒക്കെ പറയുന്ന ഒരു വ്യക്തിയാണ്. ഇല്ലായ്മകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നുണകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ടെങ്കിലും എനിക്കതിനെപ്പറ്റി അത് സത്യമല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഈ പഞ്ചായത്തിൽ നിന്ന് ഇനിയും രാജികൾ പ്രതീക്ഷിക്കാം കേട്ടോ. ഇനിയും രാജ്യം പ്രതീക്ഷിക്കാന്ന് വെച്ചാൽ പേടിച്ചിട്ട് പുറമെ പറയാതിരിക്കുന്നതാ. അപ്പോൾ
ഒന്ന് രണ്ട് സൂചനകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് രാജി പ്രതീക്ഷിക്കാന്നുള്ളത്. ഈ സാബു ജേക്കബ് VP സജീന്ദ്രന്റെ നേതൃത്വത്തിൽ ഡീല് നടന്നു എന്ന് പറയുന്നു. എന്തായിരിക്കും അദ്ദേഹം ഈ മുൻ MLA VP സജീന്ദ്രന്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ ഒരു എന്ത് കാര്യത്തിന് വേണ്ടി ആയിരിക്കാം പുള്ളി അങ്ങനെ ഉദ്ദേശിച്ചത്? VP സജീന്ദ്രൻ വേറൊന്നുമല്ല, അത് കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അതായത് അവര് പറയണത് അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയായിരുന്നു. കിഴക്കമ്പലത്ത് തന്നെ ഒരു സേവന എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ട്, അവിടെ വിളിച്ചു കൂട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞത് കോൺഗ്രസ്സുകാർ ഒരിക്കലും കയറി വരരുത്, എന്താണ് ശ്രീനിജനെ കരുവാക്കിയിട്ട് നമുക്ക് കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് കോൺഗ്രസിനെ നശിപ്പിക്കണം എന്നുള്ളൊരു ഇതാണ് അവർ അന്ന് പറഞ്ഞത്. അതിന് എത്ര രൂപ വേണമെങ്കിലും അവർ കൊടുത്തേക്കാം, എത്ര മദ്യം വേണമെങ്കിലും അവർ ഒഴുക്കിയേക്കാം എന്നാണ് പറഞ്ഞേക്കണത്. ഇലക്ഷന് വേണ്ടിയിട്ട്. അതായത് ഈ പ്രാവശ്യം എന്താണ് ശ്രീനിജനെ കരുവാക്കിയിട്ട് സജീന്ദ്രൻ ജയിക്കാതിരിക്കാൻ വേണ്ടി അവർ എത്ര രൂപ വേണമെങ്കിലും ഇറക്കിയേക്കണം എന്ന് പറഞ്ഞത്. അതായിരിക്കാം, പറയാൻ പറ്റില്ല. ഈ പുതിയ ഇപ്പൊ മത്സരിക്കുന്ന ഈ BJP മുന്നണി സ്ഥാനാർത്ഥി ബാബു ദിവാകരനോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, ആ പുള്ളി എന്നെ പോലെ തന്നെ പെട്ടുപോയതാ. ആ പുള്ളി ഡീലിൽ മറിഞ്ഞാണെങ്കിൽ അത് ഭാവിയിൽ അത് ആ പുള്ളിനെ അനുഭവിക്കും. ആ പുള്ളിനെ ഇതേപോലെ രാജിവെച്ച് പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ അത് ഒരു എന്താ പറയാ 2020 എന്നത് ഒരു വർണ്ണക്കടലാത്തിൽ പൊതിഞ്ഞൊരു വിഷമാണ്. ഇത്ര എനിക്ക് പറയാനുള്ളൂ. ദയവായി വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കല്ലേ, അപ്പൊ ഇക്കോട്ടെ. അത് അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ ആ പുള്ളി എന്നോട് പറഞ്ഞതാണ്, മുൻപർ രാജിവെച്ചിട്ട് ബസ് ഇടിച്ച് ഒരു ബോറൽ പോലെ ഏക്കാതെ മരിച്ചു എന്നുള്ളത്. ആ പുള്ളി ആ ഒരു ഗതി എനിക്ക് വരുത്തത് ആ പുള്ളി. അയ്യോ, അതൊന്നും എനിക്കറിയില്ല. മറ്റുള്ള 2020 ഭരിക്കുന്ന മറ്റുള്ള പഞ്ചായത്തുകളിലും ഇനിയും തൊട്ടടുത്ത ദിവസം രാജി ഉണ്ടാവും. അയ്യോ, അതെനിക്കറിയില്ല. അത് സാബു ജേക്കബ് എന്നോട് പറഞ്ഞതാണ്. അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കറിയില്ല. എന്നാ ശരി എന്നാ.